രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇങ്ങനെ പല സ്ഥലത്തു നിന്നായി കേൾക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള അംഗമാണെന്ന് അറിയാം. എന്താണ് വീണ്ടും ഒരു സജീവ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു? ഞാൻ ഉടനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ വാപ്പ എന്ന് പറയുന്നത് അരൂർ മണ്ഡലം പ്രസിഡന്റ്, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി ജീവിച്ച് മരിച്ചൊരു വ്യക്തിയാണ് എൻ്റെ വാപ്പ. ഏറ്റവും ദീർഘകാലം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്ന് AK ആൻ്റണി സാറിനൊക്കെ അറിയാമെങ്കിൽ അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. ചന്ദ്രൂര് വെളുത്തുള്ളി സമരം എന്ന് പറഞ്ഞൊരു സമരം ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് ആയിരുന്ന AK ആൻ്റണി സാറിന് ഉൾപ്പെടെ ഇവിടെ ആ ഒരു വിഷയത്തിൽ പങ്കാളിയാക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഉൾപ്പെടെ പ്രശസ്തിയിലോട്ട് കൊണ്ടുവന്നൊരു വ്യക്തിൻ്റെ ഫാദർ. പക്ഷെ അത് കോൺഗ്രസ്സുകാർക്ക് പോലും പറയണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസ് ഇതിൽ നിന്ന് വന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ അന്ന് വയലാർ രവി സാറിൻ്റെ കൂടെ MK അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഞാനന്ന് യൂത്ത് കോൺഗ്രസ്സിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ എല്ലാവരും മറന്നുപോയി. നമ്മളിപ്പോൾ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ രാഷ്ട്രീയമില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു ദേശീയ രാഷ്ട്രീയത്തിലോട്ട് ഞാൻ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. BJP ആണെന്ന് പറയാൻ അത് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. അതിനൊക്കെ എനിക്ക് കുറച്ച് സമയം വേണം. ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല, ഇപ്പൊ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. വാപ്പയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിന് തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമ തിയേറ്റർ ഫണ്ട്. വാപ്പയാണ് ചന്ദ്രൂര് ഏറ്റവും ആദ്യമായിട്ട് തിയേറ്റർ തുടങ്ങുന്നത്. ചന്ദ്രൂർ സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ. വാപ്പയുടെ തിയേറ്ററിൽ പോയിരുന്ന സിനിമയൊക്കെ കണ്ടാണ് എൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറയുന്ന അതിലോട്ട് കയറാനൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അത് നമുക്ക് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും. പിന്നെ ടാക്കീസ് ശരിക്കും പറഞ്ഞാൽ A ക്ലാസ്, B ക്ലാസ് ടാക്കീസ് ആണ് കേട്ടോ. അത് മെയിൻ എറണാകുളത്തൊരു തിയേറ്റർ റിലീസ് ചെയ്ത രണ്ടാമത്തെ ആഴ്ച മുതൽ വരുന്നത് ഇങ്ങനെയുള്ള C ക്ലാസ് ആണ്. അവിടെ അന്ന് C ക്ലാസ് A ക്ലാസ് ഒന്നും വേർതിരിവില്ല. ഒരു ടാക്കീസ് ഓല തിയേറ്റർ. അവിടെ നിന്നാണ് ഈ അഭിനയമോഹമൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ വാപ്പയ്ക്ക് തന്നെ റേഷൻ കട ഉണ്ടായിരുന്നു. റേഷൻ കടയുടെ ചുമതലയൊക്കെ ഇടയ്ക്ക് നോക്കിയിരുന്നു. അങ്ങനെ ഉണ്ടോ? വാപ്പ നടത്തിയിരുന്ന റേഷൻ കട എന്ന് പറയുന്ന മമ്മൂക്കാടെ ഉമ്മയുടെ ഫാദർ നടത്തിയിരുന്ന റേഷൻ കട വാപ്പ ഏറ്റെടുത്തിട്ടാണ് നടത്തുന്നത്. ആ റേഷൻ കട പിൽക്കാലത്ത് വാപ്പ ഹജ്ജിന് പോയ ശേഷം വാപ്പ ഈ റേഷൻ കട ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ ആരെങ്കിലും ഏറ്റെടുക്കണം, മക്കളാരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ആ റേഷൻ കട ഏറ്റെടുത്ത് ഒരു ബിസിനസ് പശ്ചാത്തലം ഉണ്ട് കുടുംബത്തിന്. പണ്ട് മുതലേ ഒരു ബിസിനസ്. ഞങ്ങളങ്ങനെ പിന്നെ ഭീകര ബിസിനസ് പശ്ചാത്തലം തന്നെയാണ്. സാധാരണ കുടുംബമായിട്ട് തന്നെ പോയിട്ടുണ്ട്. റേഷൻ കട ഒരിക്കലും ബിസിനസ് അല്ലോ, സേവനമല്ലേ. അത് സേവനം എന്ന് പറയുന്ന ഒരു കാര്യം പറയാം. അന്നത്തെ ഈ കാലത്ത് നമ്മുടെ ഈ മേഖല എന്ന് പറയുക ചെമ്മീൻ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് ചന്ദ്രൂർ. അപ്പം അവിടെയൊക്കെ വാപ്പ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ അദ്ദേഹം കട കൊടുക്കും. ശനിയാഴ്ച ഇറക്കി അവർക്ക് ചെമ്മീൻ്റെ മറ്റേ ഷെഡിൽ നിന്ന് അവർക്കെല്ലാം പൈസ കിട്ടുന്നത്. ഈ പൈസ കൊണ്ടുവന്ന് അവരെല്ലാം ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. കുടിശ്ശിക ആഴ്ചയിൽ തീർക്കുന്ന ഒരു സമ്പ്രദായം വരെ കൊണ്ടുവന്നത് എൻ്റെ വാപ്പയാണ് നാട്ടിൽ. അത് ഞാൻ തുടർന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.